മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് പോയപ്പോൾ ഏറ്റവും ആദ്യം ആൾക്കാർ നോക്കുന്നത് ഭാഷയുണ്ട്. ഈ ഭാഷയെ സംബന്ധിച്ച് എന്തെങ്കിലും അങ്ങനെ രസകരമായ സംഭവം ഉണ്ടായിട്ടോ? എന്തെങ്കിലും ലാംഗ്വേജിനെ? ഞാൻ തമിഴ് ചാനൽസൊക്കെ കാണാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് പഠിക്കാൻ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ തമിഴ് അങ്ങനെ തുടങ്ങി. പിന്നെ പൊട്ട തെറ്റാണെങ്കിലും സംസാരിച്ചു തുടങ്ങി. അങ്ങനെ കൊഞ്ചം കൊഞ്ചം തമിഴ് ഇപ്പോൾ വരും, വലിയ പ്രശ്നമില്ലാതെ വരും. 8 വർഷം അവിടെ താമസിച്ച 8 വർഷമായില്ലേ? 8 വർഷമായി. ഇപ്പോൾ 9ാമത്തെ വർഷത്തിൽ കാലൂന്നാണ്. പക്ഷെ അതിലൊക്കെ ഭേദമാണ് ഞാൻ. അതെ. പിന്നെ ഡയലോഗ് എന്ന് പറയുമ്പോൾ ഈ RK സെൽവമണി സാറിന്റെ പടം ആദ്യം ചെയ്യുന്നത് പുലർവിചാരണ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്പോട്ടിലെ ഡയലോഗ് എഴുതുക. ഇതെങ്ങനെ പഠിച്ച് പറയും? എനിക്ക് അന്നായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം എഴുതി തരിക, അങ്ങനെ ഫ്രഷ് ആയിട്ട് പണ്ട് സൊസൈറ്റിയിൽ നിന്ന് പറഞ്ഞു തരിക, പഠിക്കുക. അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇനി ഇങ്ങനെയുള്ള ഡയറക്ടർമാരൊക്കെ ഇവിടെ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് വേഗം ചാനൽസൊക്കെ കണ്ട് തമിഴ് പൊട്ട തമിഴാണെങ്കിലും പറഞ്ഞ് പഠിച്ചു വരും. പത്രത്തിലൊരു വാർത്ത ഞാൻ കണ്ടു, താങ്കളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കണം എന്ന് പറഞ്ഞു. നാണൊക്കെ പോയിട്ട്. അപ്പോൾ ഈ ഇനിയൊരു പുതിയ ജീവിതത്തിലേക്കുള്ള കാര്യമൊന്നുമില്ലല്ലേ? ഇത്ര പെട്ടെന്ന് തീരുമാനിക്കേണ്ട കാരണം എന്താ? പെട്ടെന്നാണോ? പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമയിൽ വീട്ടുകാർക്ക് ശരിയാ തോന്നിയിട്ടുണ്ടാവും, പ്രായമായി നമുക്ക് കല്യാണം കഴിപ്പിക്കാം എന്നൊക്കെ. പക്ഷെ അത് തന്നെയാണല്ലോ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് അവർ പറയുന്നു. പിന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഞാൻ ഫിലിമിൽ ഇപ്പോൾ ഒരേ ഒരു പടം ചെയ്തോളാൻ പറഞ്ഞിട്ടും എന്നോട് എൻ്റെ ഏട്ടൻ പറഞ്ഞു ഒരേ ഒരു സിനിമ ചെയ്തോ. പിന്നെ നമുക്ക് എത്താൻ പറ്റാത്തൊരു മേഖലയായിരുന്നു സിനിമ. പിന്നെ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് സിനിമയിൽ വന്നപ്പോൾ കുറച്ചുകൂടെ ഇഷ്ടം തോന്നി, അങ്ങനെ ചെയ്തതാണ് സിനിമ. ഓരോരോ സിനിമയായി ഇവിടെ വരെത്തി. അപ്പോൾ അവർ പറയാണ് സമയമായി, നമുക്ക് നോക്കാം. പക്ഷെ എന്നോട് ചോദിക്കും നമുക്ക് നോക്കാം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നമുക്ക് നോക്കാം കല്യാണം. അങ്ങനെ അങ്ങ് ആയതാണ്. ഇങ്ങനെ എനിക്കറിയാവുന്നൊരു ഫാമിലിയാണ്. വേറെ ആരെയും അറിയില്ലായിരുന്നു, ഇയാളെ അറിയായിരുന്നു. സംസാരിച്ചു, എനിക്ക് കുഴപ്പമില്ലാത്ത ഒരാളാണെന്ന് തോന്നി. ഞങ്ങളങ്ങനെ വീട്ടിൽ പറഞ്ഞു. US-ലാണ് വർക്ക് ചെയ്യുന്നു. ബാക്കി എല്ലാം നമുക്ക് പിന്നെ പറയാം. ഓക്കെ, അതെ, അത് പേഴ്സണൽ ചെയ്ത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സിനിമയെല്ലാം നിർത്തി പോകണല്ലോ. അപ്പോൾ ഈ സിനിമ നിർത്തിയിട്ട് അമേരിക്കൻ ഒരു ജീവിതം ഉണ്ടല്ലോ. ഇപ്പം നിങ്ങളിവിടെ ഭയങ്കര പാമ്പേർഡാണ്. സാർ മാഡം ഷോർട്ട് റെഡി, അല്ലെങ്കിൽ മേക്കപ്പ്, അല്ലെങ്കിൽ ഫാന്, എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്താ ഇത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. അതായത് റൈറ്റ് ഫ്രം വീട്ടിലെ കാര്യങ്ങൾ തൊട്ട് ഗ്രോസറി മേടിക്കാൻ പോകും, അത് ആരൊക്കെ ആയാലും ചെയ്യേണ്ടി വരും. കാരണം അവിടുത്തെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു പാമ്പറിങ് ലെവലിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ളൊരു ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടല്ലോ, അത് ഇപ്പോഴേ നോക്കി കാണുന്നുണ്ടോ? അത് ലൈക്ക് ആർ യു റെഡി ടു ഡു ദാറ്റ്? അല്ല, ഞാൻ അങ്ങനെയാണ്. വീട്ടിലും അങ്ങനെ തന്നെ. എൻ്റെ വീട്ടിലൊരു ജോലിക്കാരി ഇല്ല. എൻ്റെ ബാത്റൂം തേച്ച് കഴിയണമെങ്കിൽ ഞാൻ തന്നെ കഴിയണം, എൻ്റെ റൂം ക്ലീൻ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ കഴിക്കൊള്ളണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കുഞ്ഞിലേ മുതൽ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് 4 പേർക്ക് കുറച്ചേ കുക്ക് ചെയ്യാനുള്ള. അമ്മ പറയും ആ ഒരു കുറച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്ന ഒരു അമ്മയുടെ മോളാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിക്കുക. പക്ഷെ ഒന്നും കാര്യമായിട്ട് കുക്കിങ്ങിലൊക്കെ ഒന്നും കടന്നിട്ടില്ലെങ്കിലും ഈ വക കാര്യങ്ങളെല്ലാം എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മുഴുവൻ ഷോപ്പ് ചെയ്യുന്നത് ഞാനാണ് ഇപ്പോഴും. ഞാനില്ലാതെ അവർ ഒന്നും. എൻ്റെ ബ്രദർ കൂടെ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എന്നെ കൂട്ടിയിട്ടേ പോകും. കാരണം അങ്ങനെ ആയിപ്പോയി, അത് നമ്മൾ യൂസ്ഡ് ആണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എവിടെ പോയാലും ഓരോ കാര്യങ്ങളും, ഇപ്പോൾ പുറത്ത് ഗൾഫിലൊക്കെ പോയാലും എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അമ്മ ചോദിക്കും. അതിപ്പോൾ ഞാൻ പോയാൽ അവർക്കാണ് പ്രശ്നം ഉണ്ടാവുന്നത്, എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ യൂസ്ഡ് ആണ് ചേച്ചി, എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവും തോന്നുന്നില്ല. പോയിട്ട് പഠിക്കണം, വർക്ക് ചെയ്യണം. ഓക്കെ, എന്ത് തരം? കാരണം ഫിലിം നിർത്തണമെന്ന് എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല, സിനിമ നിർത്തണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണം. സിനിമ നിർത്തണമെന്ന് പറയാത്തപ്പോൾ സിനിമ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഈ കാണുന്ന ആൾക്കാർക്കൊക്കെ ഒരു ആഗ്രഹം അദ്ദേഹത്തിന്റെ പേരറിയാൻ. പേര് വേണ്ട, നമുക്ക് പിന്നെ പറയാം. പേരില്ലാത്ത ആളാണ്. ഓക്കെ, അല്ലാതെ പിന്നെ പറയാം. പിന്നെ എന്നോട് പറഞ്ഞു സിനിമ നിർത്തണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ കുറച്ച് നാൾ എന്തായാലും ഞാൻ US-ൽ വരുന്നുണ്ട്. കുറച്ച് നാൾ എനിക്ക് അവിടെ ഒന്ന് സെറ്റിൽ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെയൊക്കെ സിനിമ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മൾ നിർത്തി പോകുന്നല്ല, നമുക്ക് ഇപ്പോൾ ഒരു ഗ്യാപ്പ് എന്തായാലും വേണം. കാരണം എനിക്ക് അവിടെ ഇവിടെ നിൽക്കല് നടക്കില്ല. നമ്മുടെ ഒരു ദ ബെസ്റ്റ് ആക്ട്രസസ് എന്ന് പറയുന്ന ഒരു ലീഗ് ഉണ്ടല്ലോ, ഗോയിങ് അഹെഡ്, ലൈക്ക് രേവതി, സുഹാസിനി, ഖുഷ്ബു, ഇവരൊക്കെ കല്യാണം കഴിഞ്ഞ ശേഷവും സിനിമയിൽ തന്നെ അവർ സിനിമ ശ്വസിക്കുന്നവരാണ്. ദേ ബ്രീത്ത് ഫിലിംസ്. അപ്പോൾ അങ്ങനെ ഒരു ലൈഫിനെ ആലോചിച്ചിട്ടോ? ഇവിടെ തന്നെ ഒരു സിനിമ തന്നെ അറിയുന്ന ഒരാളെ കല്യാണം കഴിക്കണം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, വേണ്ടാന്നായിരുന്നു എനിക്ക്. വേറെ ഒന്നല്ല, രണ്ടുപേരും ഒരു ജോലി, പിന്നെ ഒരേ ജോലി രണ്ടുപേരും ചെയ്യുക. കുഴപ്പമുണ്ടെന്നല്ല, ഒരിക്കലും തെറ്റുമെന്നല്ല പറയുന്നത്. നല്ലൊരു ഫീൽഡാണ്, വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഓരോരുത്തരുടെ സാഹചര്യവും മനസ്സുമല്ലേ. അതെ. കാർത്തിക ഡയറി എഴുതും എന്ന് പറഞ്ഞു. ഇത് എങ്ങനെയാ? ഭയങ്കര ഡയറി കുറിപ്പുകളാണോ? പബ്ലിഷ് ഒക്കെ ചെയ്യാൻ പറ്റും? ഒരു 2000 തുടങ്ങി എഴുതാൻ. ഓക്കെ, അപ്പോൾ 8 കൊല്ലം. 99 തുടങ്ങിയിട്ട് ലാസ്റ്റ് തുടങ്ങി എഴുതുന്നുണ്ട്. എന്തെങ്കിലും സാധനം ഞാൻ ഡയറി എഴുതുന്ന ആളാണ്. അപ്പം എനിക്ക് ചില സമയത്ത് ഇത് എഴുതിയേ പറ്റൂന്ന് വെച്ചാൽ മാനസിക ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ, എന്ന് വെച്ചാൽ എന്തെങ്കിലും ഡിപ്രഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇന്നത് എഴുതി കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും. അങ്ങനെയാണോ അതോ യു റൈറ്റ് എവറിത്തിങ്?
എവറിത്തിങ് എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങൾ എഴുതുള്ളൂ, വേറെ കൂടുതലൊന്നും. എൻ്റെ ഒരു സുഹൃത്താണ് എൻ്റെ ഡയറി, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. എനിക്കധികം ഫ്രണ്ട്സ് ഒന്നുമില്ല, ഞാനിങ്ങനെ ഡയറിയിൽ എഴുതും, അത്രേ ഉള്ളൂ. വേറെ അല്ലാതെ പുറത്തുള്ള കാര്യങ്ങളൊന്നും അല്ല. എന്നെ സംബന്ധിച്ച് അന്നുണ്ടായ കാര്യങ്ങൾ മാത്രം. അതെ, അതാത് കാര്യങ്ങൾ. ഞാൻ രാവിലെ എഴുന്നേറ്റു ബാത്റൂമിൽ പോയി, അതൊന്നുമല്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ എഴുതാറുണ്ട്. ഒരു ദിവസം ഒരാളെ പരിചയപ്പെട്ട് കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും അയാൾ നമ്മുടെ ഫ്രണ്ട് ആകുന്നത്. അപ്പോൾ ആ ദിവസം കണ്ടുപിടിച്ച് ഞാൻ ആ ദിവസത്തിൽ പോയി എഴുതും, സെപ്പറേറ്റ് നോട്ടൊക്കെ ഇട്ടിട്ട് എഴുതും. എനിക്ക് ഇന്നാണ് ഇയാളെ ഫ്രണ്ടിനെ കിട്ടിയത്. എന്നിട്ട് ബാക്കി അങ്ങനെയൊക്കെ എഴുതുന്നൊരു, അത് ഡയറി ആയിട്ട് കുറച്ച് ഭയങ്കര അടുപ്പമുള്ള ഒരാളാണ്. ഈ ചില ദിവസങ്ങൾ എഴുതാൻ പറ്റാറുണ്ടോ ഈ സിനിമ തിരക്കിൽ? ഞാൻ കൊണ്ടുപോകും, എൻ്റെ കൂടെ എപ്പോഴും എല്ലാ ദിവസവും എഴുതിയിട്ടാണ് കിടക്കുന്നത്. മിക്ക ദിവസം പിറ്റേ ഒന്നല്ലെങ്കിൽ ഇപ്പോൾ അത്ര ടയർഡായിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് 12 മണി 1 മണിക്കൊക്കെ ഷൂട്ടിംഗ് നടക്കും. ഇപ്പോൾ വെള്ളി നക്ഷത്രം ചെയ്യുന്ന സമയത്തൊക്കെ രാത്രിയായിരുന്നു ഷൂട്ടിംഗ്, ഹൊറർ ഫിലിം ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റിരുന്ന് അത് എഴുതിയിട്ടേ അടുത്ത ദിവസം തുടങ്ങുള്ളൂ. ഇത്രയും നല്ലൊരു ഗ്രാമത്തിൻ്റെ അറ്റ്മോസ്ഫിയറാണ് കാർത്തിക് വളർന്നതും പഠിച്ചതും. പിന്നെ സിനിമയിൽ അഭിനയിച്ചാലും ഇനി അങ്ങോട്ട് പോകുന്നിടത്തോളം ഗോയിങ് ടു അമേരിക്ക അല്ലേ, പക്ഷെ തിരിച്ചു വരാനുള്ളൊരു തോന്നാറില്ലേ? എവിടെ പോയാലും തിരിച്ചു വരാൻ തോന്നും. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് പോയാലും അങ്ങനെ തന്നെയായിരിക്കും. വീട്ടിൽ വന്നാൽ 2 ദിവസം കഴിഞ്ഞ് നാട്ടിൽ പോകും. കുറേ ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ആദ്യം തന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം? ചോറും ഫിഷ് കറിയും. ഓക്കെ. ഇഷ്ടപ്പെട്ട ഹീറോ? അമീർ ഖാൻ. മലയാളി ഹീറോ? എല്ലാവരും ഇഷ്ടം. അതല്ല, ഒറ്റ ആൻസർ. അത് പറയാൻ പറ്റില്ല. കണ്ട, ഇതൊക്കെയാണല്ലോ കള്ളത്തരം. ഇഷ്ടപ്പെട്ട നായിക? മാധുരി ദീക്ഷിത്, കാജോൾ, രണ്ടുപേരുണ്ട്. അതെ, സെയിം ആസ് മൈൻ. മലയാളി നായിക? ശോഭന ചേച്ചി, മഞ്ജു ചേച്ചി. അവരൊക്കെ റിട്ടയർ ചെയ്തല്ലോ, അതുകൊണ്ട് പിന്നെ അവരെ പറയാലോ. ഇപ്പം മീര. ഓക്കെ. കാർത്തിക അഭിനയിച്ച ചിത്രങ്ങളിൽ ഏറ്റവും വെറുത്ത ചിത്രം, ഇഷ്ടപ്പെടാത്ത ചിത്രം ഏതാ? പടമുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റില്ല. മദ്രാസിലും അതുമാതിരി കേരളത്തിലും ഇങ്ങനെ ഓടി നടന്ന് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന താങ്കൾ കുറച്ച് സമയം എനിക്ക് തന്നതിൽ, തിരക്കിൽ അല്പനേരം ഞങ്ങൾക്ക് തന്നതിൽ സന്തോഷമുണ്ട്. തന്നെ പരിചയപ്പെടാൻ പറ്റിയാലും കൂടുതൽ സന്തോഷം.